അവന്റെ വീട്ടുകാർ ഇതേമാതിരി ലാസ്റ്റ് ഇപ്പോൾ മരിക്കണീന്റെ ഒരു അരമണിക്കൂർ മുന്നേ അവളെ ഉമ്മാക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ ഇതേമാതിരി പറഞ്ഞായിരുന്നു, മറ്റേ അവൾ സംസാരിക്കുമ്പോൾ അവളെ പുറകുന്ന ആരോ ഇതേമാതിരി എന്തൊക്കെ ഇറിറ്റേഷൻ ചെയ്യണമാതിരി സംസാരിക്കണ കേട്ടായിരുന്നു ഫോണിൽ കൂടെ. ഒരു ചെറിയ കുഞ്ഞുണ്ട്, അവൾക്ക് 1.5 വയസ്സായ കുട്ടിയുണ്ട്. കുട്ടിയുടെ കാര്യത്തിലാണ് ഇപ്പൊ പ്രശ്നം. سنخوض معاركنا معهم وسنمضي جموعا نردوهم ونعيد الحق المغتصب وبكل القوة ندفع. അത്രക്കും ബുദ്ധിമുട്ടിയിട്ടാണ് എൻ്റെ കുട്ടി എന്ത് വിഷമമുണ്ടെങ്കിലും പറയലില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. പാലക്കാട് ജില്ലയിലെ ആലത്തൂരിന്ന് സഅദിയ നസ്രി എന്നുള്ള ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. ജിംഷാദ് എന്ന പേരുള്ള ഒരാളുമായിട്ട് രണ്ട് വർഷം മുൻപാണ് കല്യാണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാടക വീട്ടിൽ സഅദിയ നസ്രിൻ എന്നുള്ള ഈ പെൺകുട്ടി ജീവനൊടുക്കിയിട്ട് ആ ഒരു സഅദിയ നസ്രിൻ്റെ വീട്ടുകാർ പറയുന്ന ചില ആരോപണങ്ങൾ, ഒരിക്കലും നമ്മുടെ പെൺമക്കൾക്ക് ഇങ്ങനൊരു അനുഭവം വരരുത് എന്നുള്ളത് കൊണ്ട് ഞാൻ പറയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടിക്ക് 7 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് കൊടുത്തത്. ആ 7 പവനും അവനെടുത്തു എന്ന് മാത്രമല്ല, അവളുടെ ഫ്രണ്ട്സിനെ കൊണ്ട് വായ്പ വാങ്ങിപ്പിക്കുക, EMI എടുപ്പിക്കുക. എന്നിട്ട് അപ്പോൾ ഇയാൾക്ക് ഭാര്യ ജോലിക്ക് പോകാൻ വേണ്ടി പറഞ്ഞേക്കുക. ഭാര്യ ജോലിക്ക് പൊക്കോട്ടെ, നല്ല തന്നെയാണ്. പക്ഷെ എന്നിട്ട് അവിടുന്ന് മുൻകൂട്ടി ശമ്പളം ഇവൻ പോയിട്ട് വാങ്ങും. 1.25 വയസ്സുള്ള 1.5 വയസ്സുള്ള ഒരു കുട്ടി ഇവർക്കുണ്ട്. അത്രയും ദുരിതം അനുഭവിച്ചിട്ടും ബാക്കിയുള്ളവരൊക്കെ കടങ്ങളൊക്കെ വാങ്ങിപ്പിച്ചിട്ടും നിക്കക്കള്ളി ഇല്ലാതെ ആയിരിക്കണം ഈ സഅദിയ നസ്രിൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കൃത്യം ചെയ്തത്. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടുന്നൊരു കാര്യം, നമുക്കൊരു പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടിക്ക് 10, 17, 18 വയസ്സായെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്ത, എൻ്റെ മോളെ വേഗം കെട്ടിച്ചു പിടിക്കുക, ഒരാണിൻ്റെ കൂടെ ജീവിപ്പിക്കുക എന്നുള്ളതല്ല. അവൾ പഠിക്കാൻ, ഈ ഒരു പെൺകുട്ടി പഠിക്കാൻ മിടുക്കിയായിരുന്നു. സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിലൊക്കെ ഉള്ള നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി. അതിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല വിൽ പവറും ഇതൊക്കെ ഉള്ള പെൺകുട്ടികളിൽ എടുക്കുള്ളൂ. എന്നിട്ടും ഈ പെൺകുട്ടിക്ക് അവസ്ഥ ഉണ്ടാവാൻ കാരണം ഈ ഒരു വിവാഹമാണ് നമ്മുടെ ലൈഫിലെ പ്രധാനം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ അവർ സ്വന്തം നിലക്ക് പഠിച്ചൊരു ജോലി വാങ്ങിയിട്ട് അവർ മാനസികമായിട്ട് തയ്യാറാവുന്ന സമയത്താകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് മുൻപിൽ അവർ വല്ലാതെ പെടയൂല, അവരിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്ക് അനുഭവം, ആ ഒരു കുടുംബം തന്നെ പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ട് നോക്ക്. നല്ല കുട്ടിയായിരുന്നു സഅദിയ നസ്രീൻ. നല്ല ബ്രില്യൻ്റ് ആയിട്ട് SPD കേഡറ്റിലൊക്കെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. ഒരിക്കലും അവള് സ്വയം അങ്ങനെ സിംപ്ലി ആയിട്ട് ആത്മഹത്യ ചെയ്യാൻ സാധ്യതയില്ല. നല്ല മാനസിക പീഡനം എന്തെങ്കിലുമൊക്കെ അവൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. അപ്പം അതിന് ഒരു അന്വേഷണം വേണം. ഇപ്പം ഇവിടെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ DYSPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. CI അന്വേഷിക്കുന്നുണ്ട് നാട്ടിൽ സ്റ്റേഷൻസ്. അപ്പോൾ അവർക്ക് അതിന് എന്താ വെച്ചെങ്കിൽ ഇത് കിട്ടിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നിരന്തരം ഇതേമാതിരി പീഡനം, ഇത് ഒരേമാതിരി ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് അതിന് നീതി കിട്ടണം, അതിന് അന്വേഷിക്കണം. അത്യാവശ്യത്തിന് അവൾക്ക് കഴിയണത് ആദ്യം ഒരു 7 പവൻ്റെ സ്വർണം അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് പരമാവധി 1 വർഷം വരെ അവനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് വിറ്റിട്ട് അത് അനുസരിച്ച് ഇതൊക്കെ നടത്തിയായിരുന്നു. അതിന് വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഓരോ ആൾക്കാരിൽ നിന്ന് EMI ആയിട്ട് ഈ ഫോൺ വാങ്ങിയിട്ട് മറിച്ച് വെക്കുക, AC വാങ്ങിയിട്ട് മറിച്ച് വെക്കുക, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അവള് പണിക്ക് പോകണം, അല്ലെങ്കിൽ അവൾ എവിടുന്നെങ്കിലും ഈ പൈസ സംഘടിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ വീട്ടിൽ നിരന്തരം പീഡനം, പിന്നെ തീർത്ത് കൊന്ന് കെട്ടി തൂക്കും, അങ്ങനെയൊക്കെ നല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവളൊരു വിധം പിടിച്ചു നിന്നിട്ട് ലാസ്റ്റ് അറ്റ കൈക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് വീട്ടിൽ അവള് പറഞ്ഞായിരുന്നു. പിന്നെ അതേമാതിരി കൂട്ടുകാരത്തിലോടൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അവിടുത്തെ അവിടുന്ന് മാറാൻ വേണ്ടിയിട്ടൊക്കെ വാടക വീട് അന്വേഷിച്ചിരുന്നു, ക്വാർട്ടേഴ്സ് അന്വേഷിച്ചിരുന്നു. അതൊക്കെ ചെയ്തിരുന്നു. അവള് പരമാവധി അവള് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിക്കണം. അവന്റെ വീട്ടുകാര് ഇതേമാതിരി ലാസ്റ്റ് ഇപ്പോ മരിക്കണീന്റെ ഒരു അരമണിക്കൂർ മുന്നേ അവളെ ഉമ്മാക്ക് വിളിച്ചായിരുന്നു. അപ്പൊ ഇതേമാതിരി പറഞ്ഞായിരുന്നു, അവള് സംസാരിക്കുമ്പോ അവളെ പുറകുന്ന ആരോ ഇതേമാതിരി എന്തൊക്കെ ഇറിറ്റേഷൻ ചെയ്യണമാതിരി സംസാരിക്കണ കേട്ടായിരുന്നു ഫോണിൽ കൂടെ. ഒരു ചെറിയ കുഞ്ഞുണ്ട്, അവൾക്ക് 1.5 വയസ്സായ കുട്ടിയുണ്ട്. കുട്ടിയുടെ കാര്യത്തിലാണ് ഇപ്പൊ പ്രശ്നം. അവളെ അങ്ങനെ നോക്കണമെങ്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ. ആദ്യം ഇവളെ ഉമ്മാക്ക് വിളിച്ചായിരുന്നു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ എന്തൊക്കെയായാലും ഫോണിൽ കൂടെ സംസാരിക്കുമ്പോ പുറകുന്ന ആരൊക്കെ നല്ല ഉച്ചത്തിൽ സംസാരിക്കണൊക്കെ ഇത് കേട്ടായിരുന്നു. പൈസ ഇനി വേണമെന്നൊക്കെ പറഞ്ഞു. സ്വർണം
ഇനിയും കിട്ടുമെന്നോ അല്ലെങ്കിൽ കൊണ്ടുവരാന്നൊക്കെ അവളോട് പറഞ്ഞായിരുന്നു. പിന്നെ പൈസ ഇതേമാതിരി തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കാം, അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അവൾ പണിക്ക് പോകാൻ വേണ്ടി ഒരാഴ്ചത്തോളം പണിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു. അപ്പം അതിനും ഇവൻ സമ്മതിക്കണില്ല. ഇവൻ കുട്ടിനെയും കൂട്ടിയിട്ട് അവളെ പണിയെടുക്കണ കട അവിടെ ചെല്ലുക, അഡ്വാൻസ് ആയിട്ട് മറ്റേ പൈസ, അവൾ പണിയെടുക്കണ പൈസ അഡ്വാൻസ് ആയിട്ട് ചോദിക്കുക. അങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്യാൻ പറ്റാതെയായി. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെയാണ് 1-2 ദിവസത്തിൻ്റെ ഉള്ളിലാണ് അങ്ങനെ സംഭവിച്ചത്. സാദിയ നസ്രീൻ ചെയ്യാൻ കാരണം പിന്നെ വീട്ടിലുള്ള പ്രശ്നങ്ങളാണ്, അവർ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇവന് ഈ ചെക്കന് പണിക്ക് പോകില്ല, പണിക്ക് പോവാതെ 6-7 പവനോളം അവർക്ക് കൊടുത്തിരുന്നു ഈ കുട്ടിക്ക്. അത് പിന്നെ ഒരു ഫണ്ടല്ലാതെ ഫുള്ള് വിറ്റ് കഴിഞ്ഞു. അതിന് ശേഷം ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് ഉണ്ടായിരുന്ന ചെറിയൊരു ഫണ്ട് ഉണ്ടാക്കി കൊടുത്തിരുന്നു, അതും വിറ്റു. അതേപോലെ വെള്ളി പാദസരങ്ങളും അടക്കം വിറ്റിട്ട് ഇവന് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഈ സാദിയ നസ്രീൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ആ സുഹൃത്തുക്കളെ ഓരോ കുട്ടികളെക്കൊന്ന് വിളിച്ചിട്ട് അവരെക്കൊന്ന് 1000 2000 ഒക്കെ ഇങ്ങനെ മേടിച്ചിട്ട് ഇവളെ കൊണ്ട് വിളിച്ച് മേടിപ്പിക്കുക, അതാണ് ചെയ്തിരുന്നത്. അതിന് ശേഷം പിന്നെ ചെയ്തത് പിന്നെ അവളെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അതിൻ്റെ ശ്രീവിനോദ് അറിയാം, അവൻ്റെ പിന്നെ EMI എടുത്തിട്ട് AC EMI എടുത്തിട്ട് അത് വിറ്റിട്ട് പിന്നെ EMI അടക്കാതിരിക്കുക. അപ്പോൾ അവർക്ക് ഒരു 10-40,000 രൂപ കിട്ടുമല്ലോ. അങ്ങനെ പലവരിൽ നിന്നും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഇവൾക്ക് കോള് വന്നപ്പോഴാണ് ഇവൾക്ക് ഈ പ്രശ്നങ്ങൾ ഇത് ഹാങ് ആകാൻ കാരണം. ദുരൂഹത എന്ന് പറഞ്ഞാൽ ഏതൊരു പെൺകുട്ടിനെ കെട്ടിച്ചയച്ചാലും ഇങ്ങനെ ഒരു തീരെ പണിക്ക് പോകാതെ അങ്ങനെ ആരും ചെയ്യൂലല്ലോ. ഈ കുട്ടിക്ക് ഈ ഒരു കോള് വന്നു എന്ന് പറഞ്ഞു ഇവര്, അതിന് ശേഷമാണ് ഈ കുട്ടി ചെയ്തത്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇവന് നല്ല ഞെരുക്കം ബുദ്ധിമുട്ടിച്ചിരുന്നു. ഏതൊരു മനുഷ്യനും പിന്നെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് സമ്പാദിക്കാൻ അത് അങ്ങനെ കഴിക്കാനല്ല ഉദ്ദേശിക്കുക. ഇത് ഭാര്യനെ ഈ രീതിയിൽ ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷം 2-3 മാസമായിട്ടുണ്ട്. ഇത് ഫസ്റ്റത്തെയാണ്, എനിക്ക് 2 കുട്ടികളുള്ളൂ. ഫസ്റ്റത്തെയാണ് കഴിക്കുന്നത്. അത്രയ്ക്കും ബുദ്ധിമുട്ടിയിട്ടാണ് എൻ്റെ കുട്ടി എന്ത് വിഷമമുണ്ടെങ്കിലും പറയലില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് നല്ല ജോലിക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, ജോലി ഉണ്ടാവുക. അങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നിങ്ങൾ വിവാഹത്തിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. ഇത് ഈ നേരത്തെ കല്യാണം കഴിക്കുന്ന ആളുകൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുന്നത്. അള്ളാഹു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു തീരുമാനം അല്ലെങ്കിൽ തോന്നൽ ഉണ്ടാവരുത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സാദിയ നസ്റിൻ്റെ കുടുംബം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ശരിയാണെങ്കിൽ അയാൾ എന്തൊരു മനുഷ്യനാണ്? അയാളിങ്ങനെ എല്ലാവരെ കൊണ്ടും കടം വാങ്ങിപ്പിച്ചിട്ട് എങ്ങനെ? അപ്പോൾ ഇവർക്ക് ഇത് വാങ്ങിപ്പിക്കുക, അപ്പം സുഖിക്കുക, ഇത് ലൈഫിൽ ഉത്തരവാദിത്തമല്ല. ഒന്നാമത് വിവാഹം കഴിക്കുമ്പോൾ ചെക്കൻ നാട്ടിലാണെന്നുള്ളതൊരു പോസിറ്റീവായിട്ട് മാത്രം കാണണം. ചെക്കനെക്കുറിച്ച് അന്വേഷിക്കണം. ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും അവനെങ്ങനെ അധ്വാനിച്ചിട്ട് സ്വന്തം കാശ് നേടുന്നുണ്ടോ അതനുസരിച്ച് അപ്പോൾ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോകാൻ അന്വേഷിച്ചിട്ട് മതി. നന്നായിട്ട് നിങ്ങൾ പലരും അന്വേഷിക്കുമ്പോൾ കുടുംബം എങ്ങനെയാണെന്ന് നോക്കും, വേറൊന്നും അപ്പുറത്തേക്ക് നോക്കില്ല. പിന്നെ അപ്പോഴേക്കും ഒരു തവണ ഒന്ന് വന്ന് കാണും, അത് ഇഷ്ടപ്പെട്ട് ഓക്കെ കുഴപ്പമില്ല. മാമന്മാരൊക്കെ പോയി അന്വേഷിച്ചു, ഓൻ്റെ തറവാട് കുഴപ്പമില്ല, ഓന് നല്ല പണിക്കോളുണ്ട്, എന്താണോ ഓൻ്റെ കൂട്ടുകാരെ കുറിച്ചിട്ടും ഓൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോഴേ കൃത്യമായിട്ട് അറിയുള്ളൂ. പിന്നെ നമ്മൾ നന്നായിട്ട് ദുആ ചെയ്യുക, നല്ലത് നമ്മളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. മക്കളുടെ കല്യാണങ്ങൾ വരുമ്പോൾ എപ്പോഴും എൻ്റെ ഗുരുനാഥനോട് പറയലുണ്ട്, നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ട്. വ്യക്തിയൊക്കെ ഉഷാറായിരിക്കും, അടുത്ത ആളോട് ചേരുമ്പോൾ എന്താവും, മോശമായിപ്പോവും. അപ്പോൾ നമുക്ക് നല്ലത് സംഭവിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും ദുആ ചെയ്യാം. ഇന്ന് നമ്മുടെ രാജ്യം 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന ആളുകളാണെങ്കിൽ ഉത്തരം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊരു സ്വാതന്ത്ര്യദിനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ദേശീയ പതാക ആരാണ് ഡിസൈൻ ചെയ്തത്? നമ്മുടെ ദേശീയ പതാക ആരാണ് ഡിസൈൻ ചെയ്തത്? ഒരു ക്ലൂ ഞാൻ തരാം, ആന്ധ്രാപ്രദേശുകാരനാണ്. ഈ നമ്മുടെ കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരറിയാവുന്ന ആളുകൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഇന്ത്യൻ ദേശീയ പതാകയിൽ ഒരു അശോക ചക്രങ്ങൾ കണ്ടിട്ടില്ലേ? ഈ അശോക ചക്രത്തിന് മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിൽ ഉണ്ടായത് മറ്റൊന്നായിരുന്നു. ഗാന്ധിജിയുടെ നിർദ്ദേശവും അതായിരുന്നു. ആ ഗാന്ധിജിയുടെ നിർദ്ദേശം മാറ്റിയിട്ടാണ് പിന്നീട് അതിൽ അശോക ചക്രം സ്ഥാപിച്ചത്. അപ്പോൾ ഈ അശോക ചക്രത്തിന് മുൻപ് ഇന്ത്യൻ ദേശീയ പതാകയിൽ ഉണ്ടായിരുന്ന ചിഹ്നം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെയൊക്കെ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളിലൊക്കെ ഉത്തരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.